ഹായ് ഫ്രണ്ട്സ്, എ ബി ബ്ലോഗ്സിൻ്റെ പുതിയ വീഡിയോട്ട് ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ നമ്മൾ ഇന്ന് ഒരു ഡ്രോയിങ് വീഡിയോ ആണ് ചെയ്യുന്നത്. നാളെ നമ്മൾ പറഞ്ഞായിരുന്നു ഡ്രോയിങ് വീഡിയോ ചെയ്യുന്നത്. അപ്പം നമുക്ക് നേരെ വീഡിയോ. അപ്പം ഫ്രണ്ട്സ്, നമുക്ക് ഇത് ചെയ്യാം. ഓക്കെ, അതിൽ തന്നെ ഒരു ഔട്ട്ലൈൻ വരയ്ക്കാം. ഔട്ട്ലൈൻ ഇങ്ങനെയല്ലായിരുന്നു കേട്ടോ. ഓക്കെ, ഇതാണ് ഞാൻ കഴിച്ചത്. അത് തട്ടിപ്പോയി. ഇനി ഇതിൽ മണ്ണൊക്കെ അറിയുന്നത് നമ്മൾ 2 ഡ്രോയിങ് വീഡിയോ ചെയ്യുന്നുണ്ട്, 2 ചെയ്യുന്നുണ്ട്. ഞാൻ വിചാരിച്ച ആദ്യമേ തന്നെ നല്ലൊരു സിമ്പിൾ പടം വെച്ചിട്ട് ഇതിലോട്ട് പോവാം. ഇതായിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ നമ്മുടെ പടം കേട്ടോ. ഇത് സിമ്പിളാന്ന് ഞാൻ പറഞ്ഞായിരുന്നു. അപ്പം നമുക്കൊരു പൂ എല്ലായിടത്തും വരയ്ക്കാം. ഇതുപോലത്തെ തന്നെ ഇതേ ഒരേ കളർ പോലത്തെ ഇതുണ്ട്. ഇപ്പം നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ വെറൈറ്റി കളേഴ്സ് ഉപയോഗിക്കാം. ഇപ്പം ഞാൻ ഒറ്റ കളറേ ഉപയോഗിക്കുന്നുള്ളൂ. അപ്പം ഫ്രണ്ട്സ്, ഞാൻ ഇവിടെ 2 കളേഴ്സ് ഉപയോഗിക്കാമെന്ന് വിചാരിച്ചു. ഓക്കെ, അപ്പം ഇത് കളർ അടിക്കാം. നമുക്ക് ഒരേ കളർ തന്നെ നമുക്ക് അടിക്കാം. അതല്ല ഞാൻ പറഞ്ഞത്, ഒരേ കളർ തന്നെ ഞാൻ അടിക്കുന്നു. എന്തായിരുന്നു ആ ബോർഡ് വലിച്ച സാധനത്തിന് മാത്രം വേറെ കളർ കൊടുക്കും കേട്ടോ ഫ്രണ്ട്സ്. അപ്പം നമ്മൾ ഇനി റെഡ് അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ എപ്പോഴും ഉള്ള യെല്ലോ കളറുണ്ട്. യെല്ലോ കളറല്ലേ അതിൻ്റെ ഇത്. ഓക്കെ, തണ്ടിനൊക്കെ ബ്രൗൺ കളർ ഫുൾ ഇതിന്. അപ്പം ഇത് നല്ല പൂവായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്തതായിട്ടെന്ന് വെച്ചാൽ നല്ലൊരു പൂവാണ് വരയ്ക്കുന്നത്. ഇവിടെ നല്ലൊരു പൂ വരയ്ക്കുകയാണ്. ബ്ലാക്ക് കളറിൽ നമ്മൾ ചെയ്തപ്പോൾ ഇവിടെ വണ്ടിയുടെ ശബ്ദം കൂടെ വന്നതാണ് ഞാൻ ഉറക്കെ പറഞ്ഞത്. അല്ലെങ്കിൽ അത് നമ്മൾ സാധാരണ പൂക്കൾ വരയ്ക്കത്തില്ല, അതുപോലത്തെ ചെറിയൊരു പൂ. ഓക്കെ, അപ്പം അതുപോലത്തെ ഒരു 2 വരച്ചാൽ മതി. 2 ബ്ലാക്ക് കളർ കഴിയാറ് ഫ്രണ്ട്സ്. അപ്പം എൻ്റെ ബ്ലാക്ക് കളർ കഴിയാറായി, അതുകൊണ്ട് ഞാൻ റെഡ് കളർ ഉപയോഗിക്കുകയാണ്. നിങ്ങളുടെ കയ്യിൽ ഫാബ്രിക് പെയിൻറ്റ്
ചെയ്യേണ്ട കേട്ടോ. ഫാബ്രിക് പെയിന്റ് കൊണ്ട് ചെയ്യില്ലേ, ഈ സ്കെച്ച് കൊണ്ടാണ് കുഴപ്പമില്ല. ഫ്രണ്ട്സ്, അപ്പം നിങ്ങളുടെ വീട്ടിൽ ബ്ലാക്ക് 2 ഉണ്ടെങ്കിൽ ബ്ലാക്ക് കളറ് സ്കെച്ച് ഉണ്ടെങ്കിൽ അതുകൊണ്ട് ചെയ്താൽ മതി. എൻ്റെ ഇപ്പം കഴിയാറായതുകൊണ്ടാണ് ഞാനിത് കാണുന്നത്. ഇനി നമ്മുടെ സാധാരണ ഇതല്ല, സാധാരണ പൂവല്ല പറഞ്ഞത്, ഈ വെറൈറ്റി പൂവുണ്ട്. അപ്പം എല്ലാത്തിലും കാണുന്ന പോലെ ഒരു വെറൈറ്റി പൂ തന്നെ ഇത്. ഈ പൂവാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പം ഇതുപോലത്തെ 2 വരച്ചാൽ മതി കേട്ടോ. 3 1 2 3. ഇത് 2 അപ്പം ഇതിന് 3 വരയ്ക്കാം. അപ്പം തണ്ട് വരയ്ക്കണ്ടേ നമുക്ക്, തണ്ട്. അപ്പം ഫ്രണ്ട്സ്, നമുക്ക് തണ്ട് വരയ്ക്കേണ്ടതാണ്. എനിക്ക് ഇഷ്ടപ്പെട്ടില്ല തണ്ട്. അപ്പം ഞാൻ തണ്ട് വരയ്ക്കണ്ട. അപ്പം നമുക്ക് ഇനി ഇല വരയ്ക്കാം. ഇലയുടെ കളർ തന്നെ നമ്മുടെ ഇത് ഉപയോഗിക്കണം കേട്ടോ. ഈ കളറേ ഞാൻ എടുക്കുന്നുള്ളൂ കേട്ടോ. മറ്റേ കളറെന്ന് വെച്ചാൽ ഭയങ്കരമായിട്ട് ലൈറ്റ് ഗ്രീനാണ്. അപ്പം ഞാൻ വിചാരിച്ച് എല്ലായിടത്തും കാണുന്ന ലൈറ്റ് ഗ്രീനല്ല, അപ്പം ഞാൻ വിചാരിച്ച് വെറൈറ്റി കളേഴ്സ് ഉപയോഗിക്കാം. അപ്പം നമുക്ക് തണ്ടില്ലാത്തതുകൊണ്ടാണ് കേട്ടോ ഞാനിവിടെ എല്ലാം കുറച്ച് എടുക്കുന്നത് കേട്ടോ. തണ്ടില്ലെങ്കിൽ പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. അപ്പം ഇപ്പം തന്നെ ഞാൻ കളർ കൊടുക്കണം കേട്ടോ. അത്രയ്ക്ക് വേണ്ട കേട്ടോ ഈ കളറ്. അപ്പം ഇനി ഞാൻ ഇത് തന്നെ എടുക്കുന്നത്, ഇതിൻ്റെ കളർ ഞാൻ ഇത് തന്നെ എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ ചെയ്തു. അപ്പം ഇത്രയും ഞാൻ വരയ്ക്കുന്നുള്ളു. വർഷത്രയ്ക്ക് കൂടി പോകും കേട്ടോ. അപ്പം നമുക്ക് കളേഴ്സ് ഇതാണ് ഞാൻ ഉപയോഗിക്കുന്നത്. എല്ലാത്തിലും ഈ കളേഴ്സ് തന്നെ ചെയ്യണം. അപ്പം ഞാനിത് കളർ വെച്ചിട്ട് കാണാം. കണ്ടതാ. അപ്പം ഞാൻ ഇത്രയും കളേഴ്സ് ഞാൻ ഉപയോഗിച്ചുള്ളൂ. അപ്പം നിങ്ങൾക്ക് എത്ര വേണോ അത്രയും കളേഴ്സ് കൊടുക്കാം കേട്ടോ. ഇത്രയും പൂവ് വെച്ചുള്ളൂ, ഇത്രയും കളേഴ്സേ കൊടുത്തിട്ടുള്ളൂ. ഇത് കൊള്ളാമല്ലേ, നല്ലൊരു കളറ്. അപ്പം നമ്മൾ ഇത്രയുള്ളൂ നമ്മുടെ വീഡിയോ. അപ്പം ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാണ്. അടുത്ത വീഡിയോ കാണാം. ബൈ ഫ്രം FB Vlog സൈനിങ് ഔട്ട്.